ഹായ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ഷണി. പവി കെയർ ടേക്കർ, ദിലീപേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ. ഈ സിനിമയുടെ ട്രെയിലറിലും ടീസറിലും അല്ലെങ്കിൽ ഇതിലെ പാട്ടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള, അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇത് എന്തായിരിക്കും എന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് സിനിമയ്ക്ക് പോയത്. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് യാതൊന്നും മുകളിലേക്ക് തന്നിട്ടില്ലാത്ത അങ്ങനെ ഒരു അവകാശവാദം ഇവരുടെ ടെക്നിക്കൽ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂ മെമ്പേഴ്സോ ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എന്താണോ ട്രെയിലർ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ ടീസറിൽ കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു 2-2.5 മണിക്കൂർ നേരം വരുന്ന ഒരു വലിയൊരു വേർഷൻ എന്നുള്ളത് മാത്രമാണ് പവി കെയർ ടേക്കർ. പിന്നെ എനിക്കിതിൽ തോന്നിയിട്ടുള്ള കുറച്ച് പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകളാണ്. പാട്ടുകൾ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് ഭയങ്കര ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലെ വിഷ്വൽസ് ഭയങ്കര കളർഫുൾ ആയിരുന്നു, കണ്ടിരിക്കാൻ ഭയങ്കര ഈ കണ്ണിന് കുളിർമയുള്ള സംഭവങ്ങൾ എന്ന് പറയില്ലേ, അത് ഉണ്ടായിരുന്നു. പിന്നെ ചില കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് പൊട്ടിച്ചിരിക്കാവുന്ന ചില കോമഡികൾ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഏറ്റവും എൻഡിലേക്ക് വരുമ്പോൾ ഇമോഷണൽ ആയിട്ട് വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെന്താണ് സിനിമയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു നമ്മൾ ദിലീപേട്ടന്റെ കണ്ട് 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 നമുക്ക് മടുത്തിട്ടുള്ള സെയിം പാറ്റേണിലുള്ള സ്റ്റോറി ആണെങ്കിലും എന്താ പറയുക, ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും കഥ പറയുന്ന രീതി പോലും നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. മാത്രമല്ല ദിലീപേട്ടന്റെ അഭിനയത്തിലേക്ക് വരുമ്പോഴും പുതുതായിട്ടൊന്നുമില്ല. നമ്മൾ സ്ഥിരം പുള്ളിക്കാരന്റെ ചില കോപ്രായങ്ങൾ ഉണ്ടല്ലോ, കോപ്രായങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് നെഗറ്റീവ് ആയിട്ടുള്ള ഇതിലല്ല, ചില ചില കാട്ടിക്കൂട്ടലുകളുണ്ട്. അതായത് ഈ സിനിമയിൽ തന്നെ പെട്ടെന്ന് തിരിയുമ്പോൾ ചുമരിൽ പോയിട്ട് ഇടിക്കുന്നത്, അല്ലെങ്കിൽ ചുമരിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് തിരിഞ്ഞു പോകുന്നത്, അതുപോലെ പുള്ളിക്കാരന്റെ ഡോൺ ഡു എന്ന് പറയുന്ന തരത്തിലുള്ള ചില സാധനങ്ങള്, പിന്നെ അച്ഛൻ പുച്ഛൻ കടിച്ചു കളയുക എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ചില വേർഡ്സ്, അങ്ങനെ ചില ചമ്മലുകൾ. അതായത് പുള്ളിക്കാരന് പ്രണയത്തിൽ ചില ചമ്മലുകൾ വരാനുണ്ട്. പിന്നെ തെറ്റിദ്ധാരണയുടെ പേരിൽ ഏതെങ്കിലും ഒരാളോടോ അല്ലെങ്കിൽ കുറച്ചാളുകളോടോ ചൂടായതിനു ശേഷം ഇത് എന്റെ തെറ്റിദ്ധാരണ കാരണം സംഭവിച്ചാണ് തിരിച്ചറിയുമ്പോൾ ഒരു ചമ്മലുണ്ട്. അങ്ങനത്തെ ചില ചമ്മലുകളുടെ തന്നെ 4-5 വേർഷൻസ് ഉണ്ട്. ഇതൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഒരു സിനിമ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിത് ഒരുപാട് തവണ കണ്ടു. ഒരു പക്ഷെ 2005-2010 കാലയളവിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു സിനിമയായിരുന്നെങ്കിൽ, അപ്പോഴാണ് ഇത് റിലീസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു പക്ഷെ അന്ന് വലിയ ഹിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം 2024-ലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ചേഞ്ച് സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്, ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ഒരു 2-3 വർഷം എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം വലിയ മാറ്റമാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് അറിയാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു മാറ്റവും ഇതിന്റെ സ്ക്രിപ്റ്റിലോ ഇതിലെ അഭിനയത്തിലോ ഇതിന്റെ പാറ്റേണിലോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു ദിലീപേട്ടന്റെ സെയിം ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ കാണാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനത്തെ ദിലീപേട്ടന്റെ സിനിമയാണ് കാണേണ്ടതെന്ന് വിശ്വസിച്ച് അങ്ങനെ ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് നിങ്ങൾ സിനിമ കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരു പക്ഷെ. എന്ന് വെച്ച് സിനിമ മോശമാണെന്നല്ല പറയുന്നത്. സിനിമ ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള, വലിയ ഒരു കയറ്റിറക്കങ്ങളൊന്നും ഇല്ലാതെ ആ ഒരൊറ്റ സ്ട്രെച്ചിൽ ആ ഒരൊറ്റ ഫീലിൽ തന്നെ കണ്ടിരിക്കാവുന്ന ഒരു ദിലീപേട്ടൻ, ഒരു പക്കാ ദിലീപേട്ടൻ മൂവി. അതിനപ്പുറത്തേക്കൊന്നും പറയാനൊന്നുമില്ല. ഈ പറഞ്ഞ പോസിറ്റീവ്സ് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയ 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഒരു സംഗതി ഉണ്ട്. ആ തീം എന്താണെന്ന് പറയല്ല, ആ തീമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എടുക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അതിലേക്ക് വരാൻ വേണ്ടി ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ പകുതി സമയം അവരെടുക്കുന്നുണ്ട്. ആ സമയത്ത് വരുന്ന ചില സംഭവങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഈ കാട്ടിക്കൂട്ടിയ പോലെ ഫീൽ ചെയ്തു. ആ ഒരു തീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ഓക്കെ ഫീൽ തരാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം അവർ കുറച്ചും കൂടെ ഒക്കെ രസകരമായിട്ട് വിനിയോഗിക്കണമായിരുന്നു എന്ന് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. അതല്ലാതെ കഥ തുടങ്ങിയത് പെട്ടെന്നൊരു ഒരു കഥയുടെ ഒരു കാൽഭാഗം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു പകുതിക്ക് വെച്ചാണ് തുടങ്ങിയ പോലത്തെ ഒരു ഫീൽ തോന്നി. ഒന്നും കൂടെ ഒക്കെ ആ ഒരു കഥയിലേക്ക് വരാൻ എടുക്കുന്ന സമയം കുറച്ചും കൂടെ ഒക്കെ എടുക്കാമായിരുന്നു എന്നൊരു സംഭവം തോന്നി. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ട് 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 മടുത്തുകൊണ്ടായിരിക്കും ചെറുതായിട്ടൊരു ലാഗ് ചില സ്ഥലങ്ങളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഭയങ്കര ലാഗ് അടിപ്പിക്കുന്ന സിനിമയാണെന്നല്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലെ കോമഡികളും ഇതിലെ ഈ കാട്ടിക്കൂട്ടലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുള്ളത് ചില കോമഡികൾ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഒരുപാട് കോമഡികൾ നമ്മൾ ചിരിക്കണവും ചിന്തിച്ചു ഇരിക്കുന്ന ഒരവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് തവണ കണ്ടു, ഒരുപാട് തവണ കേട്ടു. സോ നമുക്ക് വീണ്ടും 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 ഇപ്പോൾ ഒരു കോമഡിക്ക് തന്നെ എത്ര പ്രശ്നം നമ്മൾ ചിരിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ സിനിമയ്ക്ക് ഉണ്ട്. അപ്പൊ അതൊരു വലിയ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
ബാക്കിയൊക്കെ ഒരു ആവറേജ് ഫീൽ ആയിരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ഇതിന്റെ ഒരു മെയിൻ തീം തന്നെ ഇവർ പിടിച്ചിരിക്കുന്നത് ദിലീപേട്ടന്റെ തന്നെ സിനിമയായിട്ടുള്ള നമ്മുടെ ബോഡി ഗാർഡ്. ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് എവർഗ്രീൻ മൂവിയാണ്, പുള്ളിക്കാരുടെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ്. സോ അതിന്റെ ഒരു എന്താ പറയാ ഇൻസ്പിറേഷൻ എന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം വിനീതാണ് ഇതിന്റെ ഡയറക്ടർ, അറിയാലോ. പുള്ളിക്കാരൻ വിനീത് കുമാർ അല്ലെ, കുമാർ തന്നെയല്ലേ? എന്തായാലും നമ്മുടെ പൂച്ചക്കൻ പുള്ളിക്കാരനാണ്. അപ്പോ പുള്ളിക്കാരൻ ഇതിൽ മനഃപൂർവ്വം തന്നെ അതിന്റെ കുറെ പൊടികൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വിതറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മനഃപൂർവ്വം അല്ലാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി വന്നതല്ല. കാരണം ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പൊ അതിൽ മൊബൈൽ ആണെങ്കിൽ ഇവിടെ ലെറ്റർ ആണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ ഇമോഷൻസ് കൊണ്ടുവരുന്നത് പോലും, അതിന്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പോലും കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ബോഡി ഗാർഡായിട്ട് ഒരുപാട് സാമ്യതകൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ പോരായ്മയാണ്. എന്നാൽ ആ ഒരു സംഗതി ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലൊക്കെ കണ്ടിരിക്കാൻ പറ്റി എന്നും പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ അത് പോസിറ്റീവ് ആണ്. സോ ഏത് രീതിയിൽ വേണമെന്നുള്ളത് കണ്ടിട്ടുള്ള നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഈ ട്രെയിലറും അതിലെ പാട്ടുകളും ടീസറൊക്കെ കണ്ടുപോയതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷനോട് കൂടി തന്നെ പോയതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ബോർ അടിച്ചിട്ടൊന്നുമില്ല. എനിക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ഫീൽ എന്നിട്ടുള്ള സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചില സംഗതികളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നുന്ന ഒരു ഫീലാണ്. സോ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ആരെങ്കിലുമൊക്കെ റിവ്യൂ കണ്ടു പോകുന്നുണ്ടെങ്കിൽ ആ കമന്റ് കൂടെ നോക്കി പോയി അവർക്കതൊരു ഉപകാരപ്പെടട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അത് വീഡിയോ കാണാം. കാണുന്നവരെ